നന്ദിനി ഒരു കേസിൽ പെട്ടു. സൂര്യ വിളിച്ചു പറഞ്ഞപ്പോ രഹസ്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അത് വേണമല്ലോ, ലോകത്തിലെ ഏറ്റവും നല്ല മരുമകളല്ലേ. അവള് തെറ്റ് ചെയ്തു എന്ന് വേറെ ആരറിഞ്ഞാലും പത്മ മാത്രം അതറിയാൻ പാടില്ല. മാഡം, എന്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവൾ ആദരിക്കാനാണോ പോലീസുകാർ കൊണ്ടൊന്നും ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത്? പറയടോ. തെറ്റ് ചെയ്തിട്ടില്ല. ചെയ്തു. ഈ ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് അവള് ചെയ്തു. എന്റെ മുന്നിൽ അളകാപുരിയുടെ മരുമകളാണെന്ന് പറഞ്ഞ് തലയോർത്ത് നടന്നു. അത് ദൈവം പോലും പൊറുക്കാത്ത തെറ്റാണോ? അതിന്റെ ഫലം അവളെ അനുഭവിക്കുന്നതെല്ലാം. അമ്മ ഇങ്ങോട്ട് ആരും വിളിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ വന്നത്? അത് ഇയാളുടെ കൂടെ. ഡേ, ഇത് ക്ഷണിച്ചിട്ട് വരേണ്ട കാര്യമൊന്നുമല്ലല്ലോ. അവള് ലോക്കപ്പിൽ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരാഗ്രഹം അവളെ ഒന്ന് കാണണമെന്ന്. ശത്രുവിന്റെ തകർച്ച നീ ആയാലും ഞാനായാലും ആഘോഷിക്കോ? അതിന് നിനക്ക് എന്നെ കുറ്റം പറയാൻ പറ്റില്ല. പത്മ, കാര്യങ്ങൾ അല്പം വഷള. താനിപ്പോ നന്ദിനിയെ കയറി കാണണ്ട. കാണും. അതിനു വേണ്ട അനുമതിയൊക്കെ ഏറ്റവും കൂടിയ സ്ഥലത്തുനിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റില്ലെന്ന് പോലീസുകാർ ചിലപ്പോൾ വിലക്കുമായിരിക്കും. പക്ഷേ പത്മയെ വിലക്കില്ല. ആദ്യം ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് സംസാരിക്കാം നമുക്ക്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം എത്ര തവണ പത്മയുടെയും അവളുടെയും മുന്നിൽ നീ നിന്നിട്ടുണ്ടെന്ന് മനസ്സിലൊന്ന് കണക്കൂട്ടിയെടുത്തു. അപ്പോഴേക്കും ഞാൻ പോയി തിരിച്ചു വരാം, അവളെ ഒന്ന് കണ്ടിട്ട്. പത്മേടത്തി, ഞാൻ വെയിറ്റ് ചെയ്യണോ? കാർത്തിക ഇവിടെ നിൽക്ക്. എനിക്ക് ഈ നാട്ടിൽ വേറെ പരിചയക്കാരില്ലല്ലോ, ചിലപ്പോൾ ആവശ്യം വരും. ഡോക്ടർ, ഇതെന്താ സംഭവിച്ചേ? Oh my God. He's no more. DIG വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ വന്ന കാണാൻ അനുവദിക്കണമെന്ന്. ആക്ച്വലി അതിന്റെ ആവശ്യമുണ്ടോ മാഡം? ഉണ്ട്. കൂടെ ഒരു റിക്വസ്റ്റും. എന്താ? എത്ര വലിയ ആളുകളുടെ സ്വാധീനം ഉണ്ടെങ്കിലും അവൾ പുറത്തിറങ്ങരുത്. അവളുടെ പേരിൽ ചാർത്താവുന്ന എല്ലാ കുറ്റങ്ങളും നിങ്ങൾക്ക് ചാർത്താം. അവൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് ഒരു ഉറപ്പ് എനിക്ക് തന്നാൽ മതി. ഓ, അങ്ങനെയാണോ കാര്യങ്ങള്? കാർത്തികൻ ഒരു സൂചന തന്നിരുന്നു എനിക്ക്. കാര്യങ്ങൾ വേണ്ട രീതി ചെയ്താ കാർത്തികൻ തന്നെ അതിന്റെ പ്രതിഫലം സാറിന് തരും. ഓ, ആയിക്കോട്ടെ. എന്നാ മാഡം ചെന്ന് കണ്ടോളൂ. താങ്ക് യു.
പറ്റി? ചോദിച്ചു കേട്ടില്ലേ? അല്ല, എന്ത് ചെയ്തിട്ടാ നീ ഇതിനകത്ത് കിടക്കുന്നത്? നീ എന്താ കരുതിയത്? പത്മ ഇത്രയ്ക്കും വളർന്നത് ഒരു പണിയെടുക്കാതെയാണെന്നോ? പലപ്പോഴായി ഞാൻ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒതുക്കേണ്ടവരെ ഒതുക്കിയും വെട്ടി മൂടേണ്ടവരെ വെട്ടി മൂടിയും തന്നെയാ ബിസിനസ്സിലായാലും സൊസൈറ്റിയിലായാലും പത്മ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. പക്ഷേ എന്റെ മകൻ കാണിച്ച ഒരു സാഹസത്തിന്റെ പേരിൽ നീ എന്നെ വെല്ലുവിളിച്ചു. അതും എന്റെ മക്കളുടെ മുന്നിൽ, എന്റെ ഭർത്താവിന്റെ മുമ്പിൽ, എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ, ഒരു സൊസൈറ്റിയുടെ മുഴുവൻ മുമ്പിൽ പത്മയുടെ അഭിമാനത്തിന് നീ വില പറഞ്ഞു. ഇതിനകത്ത് നിന്ന് നീ പുറത്തിറങ്ങോ? അല്ല, എന്റെയും എന്റെ മകന്റെയും ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരൂ. പത്മ, സംസാരിച്ചൊക്കെ മതി, പുറത്തിറങ്ങ. അമ്മയോട് പുറത്തിറങ്ങാനാ പറഞ്ഞത്.